ജുഡീഷ്യറി എന്ന് പറയുന്നത്, അതായത് ഹയർ ജുഡീഷ്യറി, ഹൈക്കോടതികളും സുപ്രീം കോടതിയും, ഈ കോടതികളാണ് നമ്മുടെ ഭരണഘടനയുടെ രക്ഷാകർത്താക്കൾ എന്ന് നിസ്സംശയം പറയാം. അങ്ങനെ പറഞ്ഞേക്കുന്നത് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഭരണഘടനാ കോടതികളാണ്. കാരണം ഭരണഘടന അനുസൃതമായിട്ടുള്ള നടപടികൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതിനെ ഏത് നിയമമുണ്ടെങ്കിലും അതിനെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക, ഇതൊക്കെയാണ് ഭരണഘടനാ കോടതികളുടെ കർത്തവ്യം. ഈ കോടതികളെന്ന് പറയുന്നത്, അതിലിരിക്കുന്ന കോടതി എന്ന് പറയുന്നത് കെട്ടണമല്ലല്ലോ, ജഡ്ജിമാരല്ലേ. ഈ ജഡ്ജിമാരെ കോടതികളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഈ ജഡ്ജിമാരുടെ നിയമനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരുപാട് ട്രാൻസ്പെറൻസി, സുതാര്യത അത്യാവശ്യമാണ്. അപ്പോൾ ഈ വളരെ വലിയ രാഷ്ട്രീയക്കാർ, അതായത് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് നടക്കുന്ന ആളുകൾ, പ്രകടമായ രീതിയിൽ ആ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആളുകൾ സാധാരണ അവരെ ജഡ്ജിമാരായിട്ട് അങ്ങനെ ഒരുപാട് പേരെ നിയമിക്കാറില്ല. ചുരുക്കം ചിലർ അങ്ങനെ കടന്നു വന്നിട്ടുമുണ്ട്. കാരണം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമൊക്കെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി, പിന്നെ സുപ്രീം കോടതി ജഡ്ജിയായി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അത് ഉണ്ട്. അതൊക്കെ വളരെ ആ വ്യക്തിത്വങ്ങളെന്നൊക്കെ പറയുന്നത് എണ്ണപ്പെട്ട ആളുകളാണ്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം ഈ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ആളുകളെ വേണം അവിടെ നോക്കാൻ. അവിടെ ജാതി, മതം ഇതൊന്നും നോക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഈ റിസർവേഷൻ പോലും ആ കാര്യത്തിൽ നോക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ജഡ്ജിമാരെന്ന് പറയുന്ന അവർ ഏറ്റവും സംശുദ്ധമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. പക്ഷാഭേദമന്യേ, അതായത് ആരോടും യാതൊരു പക്ഷാഭേദവും കാണിക്കാതെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം, നിർബന്ധം അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് പറയാൻ കാരണം, ബോംബെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ നിയമനം വളരെ ഒരു വാർത്തയായി. അതിന് ഒരുപാട് അതിലെ പ്രതിഷേധങ്ങളും ഒക്കെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഈ കഴിഞ്ഞ ജൂലൈ 28 ആരതി സാത്തെ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആരതി സാത്തെ, ആ അഭിഭാഷക BJPയുടെ വക്താവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ആ ആരതി സാത്തയാണ് അവിടെ 3 ജഡ്ജിമാരോ മറ്റ് 3 പേരോടൊപ്പം ആ ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് ജൂലൈ 28 നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് സുപ്രീം കോടതി എങ്ങനെ ഈ നിയമനം നടത്തി എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. എനിക്കറിയില്ല, കാരണം ഇത്രയും പ്രകടമായിട്ട് അതും അപ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഈ രീതിയിൽ നിയമിക്കുന്നത്. പോരെങ്കിൽ ഭരണകക്ഷിയുടെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു വക്താവിനെ ആണ് നിയമിച്ചേക്കുന്നത്. അപ്പോൾ ഇവർ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ഇവരുടെ ജോലിയിൽ സുതാര്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? സാധാരണഗതി അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതായത് ഈ അതായത് ഇതുപോലെ വളരെ ചുരുക്കം ചില ആളുകളെ ഈ രാഷ്ട്രീയക്കാർ ഇതിലേക്ക് കടന്നു വരാറുണ്ട്. അവർ കടന്നു വരുമ്പോഴൊക്കെ അവരെടുത്ത് രാഷ്ട്രീയം വിളമ്പുന്നത് സത്യത ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അവർ പല രാഷ്ട്രീയ ചായ്വുകൾ നമുക്ക് പക്ഷെ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയാം? കണ്ടംപ്റ്റ് എന്ന് പറയുന്ന വാളിങ്ങനെ ഡെമോക്ലിസ് സോഡ് നമ്മുടെ തലയുടെ മുകളിലിങ്ങനെ കിടക്കുകയാണ്. അത് കാരണം ആരെന്ത് ചെയ്തു എന്നുള്ളതിന് നമുക്ക് കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ചുരുക്കം ചില ജഡ്ജിമാർ ഈ അവരുടെ രാഷ്ട്രീയ ചായ്വ് അവരുടെ നടപടികളിലൂടെ വെളിയിൽ കൊണ്ടുവരുന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൂലങ്കഷമായിട്ട് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. പ്രകടമായിട്ട് അതങ്ങോട്ട് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ ആരതി സാത്തയുടെ ഈ നിയമനത്തെ അതിനെതിരെ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ വളരെയധികം
വലിയ പ്രക്ഷോഭം തന്നെ നടത്തുന്നുണ്ട്. അവർ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഈ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇത് ഒരു പ്രസിഡൻഷ്യൽ അപ്പോയിൻമെൻ്റാണ്. പ്രസിഡൻ്റ് അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് ഈ ജഡ്ജിമാരെ. പ്രസിഡൻ്റ് ഇഷ്യൂ ചെയ്യുന്ന വാറൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പോൾ അതിന് തിരിച്ചു വിളിക്കുക. പ്രസിഡൻ്റ് അതെങ്ങനെ നിയമിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ കൊളീജിയം ആദ്യം ഇത് അംഗീകരിക്കും. അതിന് ശേഷം പിന്നെ ലോ മിനിസ്ട്രി, അതായത് ഗവൺമെൻറ് ക്യാബിനറ്റ് അത് അംഗീകരിക്കും. അംഗീകരിച്ചതിന് ശേഷമാണ് പ്രസിഡൻ്റ് അങ്ങോട്ട് അയക്കുന്നത്. പ്രസിഡൻ്റ് ഉടനെ അതിനകത്ത് അത് വാറണ്ട് ഇഷ്യൂ ചെയ്യും. ഇതിനിടയിലൊക്കെ ഒരുപാട്, അതായത് അന്വേഷണം കുറേ നടത്തും. IBയുടെ എൻക്വയറി ഉണ്ട്, അതേപോലെ തന്നെ വിജിലൻസിൻ്റെ എൻക്വയറി ഉണ്ട്. അതുപോലുള്ള ഒരുപാട് എൻക്വയറികൾ, അന്വേഷണങ്ങളൊക്കെ നടത്തിയാണ്, വളരെയധികം അരിച്ചു പറക്കിയ അന്വേഷണമൊക്കെ നടത്തിയാണ് ഈ കൊളീജിയം തന്നെ ഇത് തീരുമാനിക്കുന്നത്. ആദ്യം ഹൈക്കോടതിയുടെ കൊളീജിയം തീരുമാനിച്ച് അങ്ങോട്ട് അയക്കും. അപ്പോൾ അത് കഴിഞ്ഞ് IB റിപ്പോർട്ടും ഇതെല്ലാം വെച്ച് സുപ്രീം കോടതി പിന്നെ തീരുമാനിക്കും. ആ സുപ്രീം കോടതിയുടെ കൊളീജിയം തീരുമാനിച്ച് ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം എങ്ങനെ കടന്നുകൂടി എന്നുള്ളത്, അതായത് ഈ കാൻഡിഡേറ്റ് എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത്രയും ഓപ്പണായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതായത് ഇപ്പോൾ അവർ ഏതെങ്കിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡിങ് കൗൺസിലായിട്ടിരുന്ന ഒരാൾ, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് രാഷ്ട്രീയമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതല്ല, ഇത് ഈ BJPയുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ട് ഇരുന്ന ആളാണ്. അപ്പോൾ ഇതിന് BJP തരുന്ന ഒരു ശരിയായ ഒരു രസകരമായ ഒരു വിശദീകരണമുണ്ട് കേട്ടോ. അവരിതിനെ ന്യായീകരിക്കുന്നത് ഈ അപ്പോയിൻമെൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാജിവെച്ചത് കേട്ടോ. ഇത് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ? എല്ലാം പൊട്ടന്മാരായിരുന്നു ഈ രാജ്യത്തുള്ളത്. അതൊന്നും മനസ്സിലാക്കണം. അങ്ങോട്ട് രാജിവെച്ചിട്ടാണ് ഈ അപ്പോയിൻമെൻറ്റ് സ്വീകരിച്ചതെന്ന്, അതാണ് കാര്യം. കൊള്ളാം, നല്ല ഒരു വിശദീകരണമാണ് നൽകിയേക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ ഈ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത് ഒരു നല്ല ഒരു കീഴ്വഴക്കമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം ഇങ്ങനെയുള്ളവരല്ല ഈ സർവീസിലേക്കൊക്കെ കടന്നു വരേണ്ടവർ. അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടൊക്കെ ഇരിക്കുന്നവർ രാഷ്ട്രീയം കൊണ്ട് നടക്കാം, അവർക്ക് ഒരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും രാഷ്ട്രീയം കളിച്ചോളൂ. പക്ഷേ അത് ഈ ജുഡീഷ്യൽ ചെളിൽ വേണോ എന്ന് ആലോചിക്കണം. ഞാൻ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പരിതപിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ രാഷ്ട്രീയത്തിലെ ഈ വൃത്തികേടുകളും കൊള്ളരായ്മകളും ഒക്കെ കണ്ട് ഞാൻ ആ രീതിയിൽ ഞാൻ നോക്കാറുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കാറുമുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇപ്പോൾ ഇത് അങ്ങോട്ട് കാണാനിടയാവുന്നത്. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ആളുകളുടെ അവസാനത്തെ അത്താണിയായിട്ട് അവർ കണക്കാക്കുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കടന്നുകൂടുക എന്ന് പറഞ്ഞാൽ അത് ജുഡീഷ്യറിയുടെ അധപ്പതനത്തിന് കാരണമാവും. മാത്രമല്ല ആളുകൾക്ക് അതിലുള്ള വിശ്വാസത്തിന് വളരെ വലിയ കോട്ടം തട്ടും. ഇതേത് രാഷ്ട്രീയമാവട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കോൺഗ്രസിൻ്റെ വക്താവോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവോ അല്ലെന്നുണ്ടെങ്കിൽ ഈ BJPയുടെ വക്താവോ അല്ലെങ്കിൽ ഇതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയിക്കേണ്ടി വരും.